ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോജക്റ്റ് ടൈഗർ എന്ന ആർട്ടിക്കിളാണ്. ഇത് എഴുതിയിരിക്കുന്നത് സത്യജിത് റേ. സത്യജിത് റേ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇന്ത്യൻ ഫിലിം മേക്കറാണ്. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് ആ സിനിമയിലെ ചില സീൻസിന് ഒരു കടുവയുടെ ആവശ്യമുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ഒരു കടുവയെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതെന്നുള്ള എക്സ്പീരിയൻസസ് ആണ് ഈ ആർട്ടിക്കിളിൽ കൂടെ പറയുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. പ്രോജക്റ്റ് ടൈഗർ. No one can beat Hollywood when it comes to making films with animals in them. ആർക്കും ഹോളിവുഡിനെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്തിലാ? ആനിമൽസിനെ ഉപയോഗിച്ച് സിനിമ എടുക്കുന്നതിൽ, സിനിമ ഷൂട്ട് ചെയ്യുന്നതിൽ. I remember films in my childhood and there were quite a few of them that had an Alsatian called Rin Tin Tin. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ സിനിമകളെക്കുറിച്ച് ഓർത്തു. അതിൽ കുറച്ച് സിനിമകളുണ്ട്. ആ സിനിമകളിൽ അനിമൽസിനെ ഉപയോഗിച്ചിട്ടുള്ള സിനിമകളിൽ കുറച്ചെണ്ണം ഉണ്ട്. അപ്പോൾ ആ ഒരു സിനിമയിൽ, അത്തരം സിനിമകളിൽ ഒന്നിൽ ആ ഒരു അൽസേഷ്യൻ ഡോഗ് ഉണ്ടായിരുന്നു. ആ അൽസേഷ്യൻ ഡോഗിൻ്റെ പേരാണ് റിൻ ടിൻ ടിൻ. ഓക്കെ, ദിസ് ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. ഒരു മനുഷ്യൻ്റെ ആക്ടിങ്ങിനെക്കാട്ടിലും അത്രയും ഇംപ്രസീവായിരുന്നു, നമ്മൾ അത്രയും പിടിച്ചടക്കുന്നതായിരുന്നു ആ ഒരു റിൻ ടിൻ ടിൻ എന്ന് പറയുന്ന അൽസേഷ്യൻ ഡോഗിൻ്റെ അഭിനയം. ലേറ്റർ വി ഗോ ടു സീ 3 or 4 other films with a collie called Lizzie. അപ്പോൾ ഈ കോലി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡോഗാണ്, ഒരു തരം ഡോഗാണ്. അപ്പോൾ ആ തരത്തിൽ ലസി എന്ന് പേരുള്ള ആ ഒരു കോലി ടൈപ്പ് ഡോഗ് ബ്രീഡിൻ്റെ പേരാണ് കോലി. ഓക്കെ, അപ്പം അതിൻ്റെ പേര് ലസി എന്നായിരുന്നു. അപ്പം പിന്നീട് വന്ന കുറച്ച് സിനിമകളിലാണെങ്കിൽ ഈ കോലി ഡോഗ് ലസി എന്ന് പറയുന്ന ഒരു കോലി ഡോഗിൻ്റെ ഫിലിംസും പിന്നീട് വന്ന 3-4 ഫിലിംസിൽ ഈ ഒരു ഡോഗ് ഉണ്ടായിരുന്നു. ഇറ്റ് സീം ദാറ്റ് ദ ഡയറക്ടർ കുഡ് മേക്ക് ലസി ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ്. എന്താ തോന്നിയത്? ഡയറക്ടറിന് ഈ ഡോഗിനെ വെച്ചിട്ട് എന്ത് കാര്യം വേണോ ചെയ്യാൻ പറ്റും ആ ഫിലിമിൽ. അത്രമാത്രം അത് എഫിഷ്യൻ്റ് ആയിരുന്നു, അതിന് കഴിവുണ്ടായിരുന്നു അഭിനയിക്കാനുള്ളത്. ദീസ് ട്രെയിൻ ഡോഗ്സ് were famous stars in their own rights. ശരിക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ ഡോഗ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാർസ് ആയിരുന്നു. നമ്മൾ സിനിമ താരങ്ങളെന്ന് പറയത്തില്ലേ, അതുപോലെ ഈ ആനിമൽസാണ്, മൃഗങ്ങളാണെങ്കിൽ പോലും ഇവർ സ്റ്റാർസ് ആയിരുന്നു. ആൻഡ് ദ മണി ദ ഏൺ വാസ് നോ ലെസ് ദാറ്റ് വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർ ഗോട്ട്. ഇവരുണ്ടാക്കിയെടുത്ത പൈസ, ഇതുവഴി അഭിനയിച്ച് ഉണ്ടാക്കിയെടുത്ത പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഉള്ളൊരു ഫിലിം സ്റ്റാർ എത്ര നേടും അതിനൊട്ടും കുറവല്ലായിരുന്നു. അവർക്കും ഏതാണ്ട് അത്ര തന്നെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. Their owners could easily make as much as 100,000 rupees from just one film. അപ്പോൾ ഈ ആനിമൽസിലെ ഇവരുടെ ഓണേഴ്സിന് അത്രയും രൂപകൾ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, ആയിരക്കണക്കിന് രൂപ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു ഒരൊറ്റ ഫിലിമിൽ ഈ ആനിമൽസിനെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായല്ലോ. സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. അപ്പോൾ നമ്മുടെ ഓഥർ പറയാണ്, ഈ ആനിമൽ ആക്ടേഴ്സിനെ എത്ര ബഹുമാനത്തോടുകൂടി, റെവറൻലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും, എത്ര ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടിയാണ് ട്രീറ്റ് ചെയ്തിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് 20 വർഷങ്ങൾക്ക് മുമ്പ് ഡിസ്നി സ്റ്റുഡിയോയിൽ, ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരു ഷൂട്ടിംഗ് കാണുന്ന സമയത്താണ്, ഈ ആനിമൽസിനെ വെച്ചിട്ടുള്ള ഒരു ഷൂട്ടിംഗ് കാണുന്ന സമയത്താണ് ഈ ആനിമൽസിനെ എത്രത്തോളം ബഹുമാനത്തോടുകൂടെയാണ് അവിടെ ട്രീറ്റ് ചെയ്തിരുന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ഈ ഒരു സിനിമയിൽ മെയിൻ ക്യാരക്ടർ, പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു വലിയ നായയായിരുന്നു. I reached the studio to find that the shooting had not yet started. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ഷൂട്ടിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ദ ക്യാമറമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. അപ്പോൾ ക്യാമറമാൻ ചെയ്യുമായിരുന്നു, ഈ ലൈറ്റൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുമായിരുന്നു. നമ്മൾ ഷൂട്ടിംഗ് നോർമലി തുടങ്ങുന്നതിന് മുന്നായിട്ട് ലൈറ്റ്സൊക്കെ കറക്റ്റാണോ നോക്കുന്ന ഒരു പതിവുണ്ട്, അത് ചെക്ക് ചെയ്യുമായിരുന്നു. It's customary for actors to be present when the lights are arranged. അപ്പോൾ
ഈ ലൈറ്റ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ആക്ടേഴ്സ് എല്ലാവരും, അതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ് എല്ലാവരും മസ്റ്റായിട്ടും അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു നിബന്ധന, ഒരു നിയമം ഉണ്ടായിരുന്നു. For they have to show the cameraman how they'll walk or where they'll stand in a particular shot. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഷോട്ട് എടുക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് നടക്കുന്നത്, എവിടെയാണ് അവർ നിൽക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഷോട്ട് എടുക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ക്യാമറമാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ആക്ടേഴ്സ് എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിയമമുള്ളത്. ഓക്കെ. In the case of very famous stars, this job is done by the stand-ins. അപ്പോൾ ചില വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാർസ് ഉണ്ടാവാറുണ്ട്. വളരെ ഫിലിം സ്റ്റാർസ് തന്നെ പല ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടാവില്ലേ. അപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ വിജയനെ പോലെ, സൂര്യനെ പോലെയൊക്കെ അത്രയും ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ഹോളിവുഡിലെ ആക്ടേഴ്സ് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഈ ജോബ് ചെയ്യേണ്ട, ലൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് നിൽക്കേണ്ട, പകരം അവരുടെ സ്റ്റാൻഡിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഹേഴ്സൽ സമയത്തും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ലൈറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്തും അവർക്ക് പകരമായിട്ട് ആ ഒരു റോൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയാണ് സ്റ്റാൻഡിൻസ് എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻഡിൻസ് ആണ് വരുന്നത്. A stand-in is usually a person who is physically similar to the real star. ഈ സ്റ്റാൻഡിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആളാണ്. അതായത് നമ്മുടെ റിയൽ ആയിട്ടുള്ള ആളില്ലേ, നമ്മുടെ ഒരു റിയൽ ആയിട്ടുള്ളൊരു താരം ഉണ്ടാവും, ആ ഫിലിം സ്റ്റാറിനെ പോലെ ഏതാണ്ടൊക്കെ കാണാൻ തോന്നുന്ന ഫിസിക്കൽ അപ്പിയറൻസ് സിമിലർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർക്ക് പകരമായിട്ട് ഈ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് റിഹേഴ്സൽ നോക്കുന്നതൊക്കെ ആയിട്ടുള്ള ആളാണ് ഈ ഒരു സ്റ്റാൻഡിൻ എന്ന് പറയുന്നത്. The stars themselves arrive only when the lights are ready and it is time to take a shot. അപ്പോൾ ഈ വലിയ ഫേമസ് ആയിട്ടുള്ള ഫിലിം സ്റ്റാർസൊക്കെ കറക്റ്റ് ആ ഷോട്ടിൻ്റെ സമയമാകുമ്പോൾ മാത്രമേ വരുള്ളൂ. അവർ ഈ ലൈറ്റൊക്കെ റെഡിയാണ്, ആ ഒരു ഷോട്ട് റെഡിയാകുന്ന സമയത്ത് മാത്രമേ അവർ വരാറുള്ളൂ. ഓക്കെ. Here in Disney studio, I noticed that a few actors were moving about in the set, and on one side, standing quietly, was the protagonist, the same large dog. അപ്പം ഞാൻ ഡിസ്നി സ്റ്റുഡിയോയിൽ പോയപ്പോഴത്തേക്കും ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആക്ടേഴ്സൊക്കെ ഇങ്ങനെ സെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ മൂവ് ചെയ്യുന്നുണ്ട്, ചിലർ നിൽക്കുന്നുണ്ട് വെറുതെ. ഒരു സൈഡ്, അപ്പോഴാണ് ഞാൻ ഒരു സൈഡിൽ കാണുന്നത് ഒരാൾ അവിടെ ക്വയറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ആ നിന്ന ആളായിരുന്നു പ്രോട്ടഗണിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിനായിട്ടുള്ള കഥാനായകൻ. അത് നമ്മുടെ ഈ വലിയ ഡോഗായിരുന്നു ഈ ഒരു പ്രോട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. The cameraman shouted to everyone to take their positions, but the dog remained where it was. അപ്പോൾ ക്യാമറമാൻ എല്ലാവരോടുമായിട്ട് പറയുവാണ് അവരവരുടെ പൊസിഷൻസ്, എന്താണ് പൊസിഷൻസ് ഉള്ളത് ആ പൊസിഷൻസ് എടുക്കാൻ വന്ന് നിൽക്കാൻ പറയുവാണ്. പക്ഷേ ഈ ഡോഗ് എവിടെയാണോ നിന്നത് അത് അവിടെ തന്നെ നിൽക്കുവാണ്. ദിസ് പസിൽ മീ. അപ്പോൾ അതെന്നെ കുറച്ച് കൺഫ്യൂഷനിലാക്കി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ഇൻ ദ നെക്സ്റ്റ് ഷോട്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഈ എല്ലാവരോടും വന്ന് നിൽക്കാൻ പറയുന്നുണ്ട്, അവരവരുടെ പൊസിഷൻസിൽ വന്ന് നിൽക്കാൻ പറയുന്നുണ്ട്, പക്ഷേ ഡോഗ് അതെവിടെയാണോ നിന്നത് അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. കാരണം വെച്ചാൽ ഇതിന് ഈ ഒരു ഷോട്ടിൽ ആവശ്യമില്ലേ, ഈ അടുത്ത് വരാൻ പോകുന്ന ഷോട്ടിന് ഈ ഡോഗിൻ്റെ ആവശ്യമില്ലേ, അതുകൊണ്ടായിരിക്കുമോ അത് വരാതെ അവിടെ തന്നെ നിന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ആൻഡ് ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ, എനിക്ക് ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുന്നതിന് മുന്നേ തന്നെ a strange thing happened. ഒരു വിചിത്രമായിട്ടുള്ളൊരു കാര്യം നടന്നു അവിടെ. From nowhere appeared a little dwarf. ഒരു ചെറിയ കുള്ളനായിട്ടുള്ള പൊക്കം കുറഞ്ഞിട്ടുള്ള ഒരാൾ എവിടെ നിന്നോ പെട്ടെന്ന് അങ്ങ് വന്നു. Followed by another man carrying a hairy dog skin. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഹെയറി ആയിട്ടുള്ള ഒരു ഡോഗ് സ്കിൻ, ഒരു ഡോഗിൻ്റെ സ്കിൻ പോലെ തോന്നുന്ന ഒരു അറ്റയർ കയ്യിലുണ്ടായിരുന്നു കൂടെ വന്ന ആളുടെ കയ്യിൽ. Then to my perfect amazement, the dog went out on all the fours on a chalk mark on the floor. അപ്പോൾ പെട്ടെന്ന് എന്നെ സർപ്രൈസ് ആക്കി. എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്ന പൊക്കം കുറഞ്ഞ കുള്ളനായിട്ടുള്ള ആൾ പക്ഷെ അയാൾ ഒരു ഡോഗ് ഇങ്ങനെ നടക്കുന്ന പോലെ കൈ തറയിൽ ഊന്നി കാല് കുത്തി ഒരു ഡോഗ് നടക്കുന്ന പോലെ തറയിൽ ഒരു ചോക്ക് മാർക്കിൽ വന്ന് അവിടെ ഇരിക്കാൻ തുടങ്ങി, ജസ്റ്റ് ലൈക്ക് ഒരു അനിമലിനെ പോലെ. ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ് ഡ്രാപ്ഡ് ഓവർ ഹിം. ഇപ്പോൾ ഇയാളിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇയാളുടെ കൂടെ വന്ന ആളുടെ കയ്യിൽ ഒരു ഡോഗ് സ്കിൻ ഉള്ള ഒരു സാധനം ഉണ്ടായിരുന്നു പറഞ്ഞു അയാൾ. അപ്പോൾ ആ ഒരു ഡോഗ് സ്കിന്നാണെങ്കിൽ
ഇദ്ദേഹത്തിൻ്റെ മേലെ ഡ്രൈപ്പ് ചെയ്തു, അതായത് ഇദ്ദേഹത്തിൻ്റെ മേളിൽ കവർ ചെയ്തു. ദെൻ ഹി ക്രോൾഡ്. ഈ ഫിഗർ കണ്ടോ? ഇതാണ് നമ്മുടെ പ്രോട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ഡോഗ്. അതവിടെ ഇരിപ്പുണ്ട്. അപ്പം പിന്നീട് വന്ന ആ കുള്ളനായിട്ടുള്ള ആൾ ഇങ്ങനെ ആ ഡോഗിനെ പോലെ നിന്നിട്ട് ആ കൊണ്ടുവന്ന ഡോഗിൻ്റെ സ്കിൻ അതിൻ്റെ മേലെ റാപ്പ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഡോഗ് അവിടെ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ ഇയാളാണ് ആ ചോക്ക് മാർക്കിൻ്റെ അവിടെ നിൽക്കുന്നത്, ആ വന്ന കുള്ളനായിട്ടുള്ള ആൾ. ഫ്രം വൺ മാർക്ക് ടു അനദർ ആൻഡ് ദ ക്യാമറമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്. അപ്പം അയാൾ ഈ ഡോഗ് സ്കിൻ ഡ്രേപ്പ് ചെയ്തതിന് ശേഷം അയാൾ അയാളുടേതായിട്ടുള്ള ചോക്ക് മാർക്കിൽ വന്ന് നിൽക്കുവാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൂവ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറാമാൻ ആണെങ്കിൽ ലൈറ്റ്സ് ആയിട്ട് ബിസി ആവുകയും ചെയ്തു. ലൈറ്റ് ഓൺ ചെയ്തു. ആൻഡ് ഇറ്റ് ഫൈനലി ഡോൺഡ് അപ്പോൺ മീ ദാറ്റ് ദിസ് ഡോഗ് വാസ് പെയ്ഡ് ടു ബി ദ ഡോഗ് സ്റ്റാൻഡിൻ. അപ്പോഴാണ് എനിക്കെന്താ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മനസ്സിലായത് ഈ ഡോർഫ്, അതായത് ഈ കുള്ളനായിട്ടുള്ള ആൾ ഈ ഡോഗിൻ്റെ സ്റ്റാൻഡിനാണ്. അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിം സ്റ്റാർസിന് സ്റ്റാൻഡിനുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. പകരം ആൾക്കാരുണ്ടായിരിക്കും, അവരായിരിക്കും ഇങ്ങനെ റിഹേഴ്സലൊക്കെ നോക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ആക്ച്വൽ സ്റ്റാർ ആ ഷോട്ടിൻ്റെ സമയത്ത് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതുപോലെ മനുഷ്യരായിട്ടുള്ള സ്റ്റാർസിന് പോലെ ഈ ഡോഗിനും പകരക്കാരായിട്ട് ആളുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോഗിൻ്റെ സ്റ്റാൻഡിനാണ് ഈ കുള്ളനെന്ന് പറയുന്നത്. ഓക്കെ, എവറി അനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഇസ് വെൽ ട്രെയിൻഡ്. ഇപ്പോൾ ഒരു ഹോളിവുഡ് ഫിലിം എടുക്കുകയാണെങ്കിൽ എല്ലാ അനിമൽസും നന്നായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ളതായിരിക്കും അവരെ. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു കുതിരേനെയോ അല്ലെങ്കിൽ ഒരു ഡോഗിനെയോ ഒക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് അതിനെ പരിശീലിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻ റാവൻസ്? റാവൻസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ബേർഡാണ്. ക്രോസിൻ്റെ, നമ്മുടെ കാക്കയുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ചൂട് വലിയ സൈസ് ഉള്ളതാണ്. അപ്പോൾ റാവൻസിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന കാര്യം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നോട്ട് ജസ്റ്റ് 1 or 2, 1 or 2 അല്ല, ബട്ട് നിയർലി 100 ഓഫ് ദം. ഒരു 100, ഏതാണ്ടൊരു 100 അടുപ്പിച്ച് റാവൻസിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. പക്ഷേ ഇതുപോലും നമ്മുടെ ഹോളിവുഡിൽ പോസിബിൾ ആക്കിയിട്ടുണ്ട്. വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. അതായത് ഈ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്. അദ്ദേഹം ഒരു ഫിലിം ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിം ചെയ്യാൻ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് കുറേ ബേർഡ്സ് വേണമായിരുന്നു ആ ഫിലിമിൽ അഭിനയിക്കാൻ. അപ്പോൾ ആ ഒരു പർപ്പസിന്, ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് 100ഓളം വരുന്ന റാവൻസ് എന്ന് പറഞ്ഞ ടൈപ്പ് ബേർഡ്സിനെ ട്രെയിൻ ചെയ്ത് എടുത്തായിരുന്നു ഹോളിവുഡ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. In the story, birds from all over the world start attacking humans. Hitchcock needed a variety of birds. ഇപ്പോൾ ഈ ഒരു സിനിമ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ സിനിമയിൽ കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തീം, അതിൻ്റെ ഒരു ആ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ പല സ്ഥലത്തു നിന്നുള്ള ബേർഡ്സ്, പല ടൈപ്സ് ബേർഡ്സ് മനുഷ്യരെ ആക്രമിക്കാൻ തുടങ്ങുന്നതായിട്ടാണ് ഈ കഥയിൽ കാണിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ഇതിൻ്റെ ഫിലിം മേക്കറായിട്ടുള്ള ബേർഡ്സ് എന്ന് പറഞ്ഞ ആ ഫിലിമിൻ്റെ മേക്കറായിട്ടുള്ള ഹിച്ച്കോക്കിന് ഒരുപാട് വെറൈറ്റി ഓഫ് ബേർഡ്സിന് ആവശ്യമുണ്ടായിരുന്നു. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ദ ലാർജസ്റ്റ് നമ്പർ വാസ് റാവൻസ്. അപ്പം പല ടൈപ്പ് ബേർഡ്സ് വേണമെന്നുണ്ടായിരുന്നെങ്കിലും റാവൻസ് ആണ്. അപ്പോൾ റാവൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിട്ടുണ്ടായിരുന്നത്, റാവൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോട്ടീസസ് വൈ പ്ലേസ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. US അമേരിക്കയിൽ പല സ്ഥലങ്ങളിലും നോട്ടീസ് വെച്ചു, ഇങ്ങനെ റാവൻസ് വേണം, ബേർഡ്സ് വേണം, റാവൻ ബേർഡ്സിനെ വേണം എന്നുള്ളത്. ആസ്കിങ് പീപ്പിൾ ടു കോൺടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദേ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്. ഈ ട്രെയിൻഡ് റാവൻസിനെ എങ്ങനെയെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ അതെങ്ങനെ അവൈലബിൾ ആക്കാം എന്നത് പറഞ്ഞുകൊണ്ട് നോട്ടീസ് ഓൾ ഓവർ അമേരിക്ക വെച്ചിട്ടുണ്ടായിരുന്നു. Someone replied within a few days. അപ്പോൾ കുറച്ച് ആൾക്കാർ ഈ റാവൻസിൻ്റെ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് റിപ്ലൈ ചെയ്തു. He was asked to bring his birds and he arrived with almost 100 trained ravens. Admittedly, their training had not gone very bad. അപ്പോൾ ശരിക്കും റിപ്ലൈ ചെയ്ത ആളിനോട് ഈ ബേർഡ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പം ഏതാണ്ടൊരു 100 അടുപ്പിച്ച് റാവൻസിനെ കൊണ്ടുവന്നു. ഇവരുടെ ട്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര എക്സ്ട്രാ ഗുഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ കുഴപ്പമില്ലാത്തൊരു ട്രെയിനിങ് ആയിരുന്നു. ദാറ്റ് ഇസ് ടു സേ ദേ കുഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് മൈറ്റ് ബി സീൻ ആസ് എക്സ്ട്രാ ഓർഡിനറി. അതായത് നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ ഓർഡിനറി, ഭയങ്കര അതിശയകരമായിട്ടുള്ള ഒരു കാര്യം ഈ റാവൻസിന് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ആ ഫിലിമിന്. ബട്ട്
if as many as 50 ravens are told to perch quickly in a row on a specified spot. അപ്പോൾ ഒരു സ്പെസിഫൈഡ് സ്ഥലം കൊടുത്തിട്ട് ഒരു സ്ഥലം കൊടുത്തു. ആ സ്ഥലത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മിണ്ടാതെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റാവൻസിന് പറ്റുമായിരുന്നു. ആൻഡ് ഇഫ് ദേ ഒബേ ദിസ് കമാൻഡ് ഇൻസ്റ്റൻ്റ്ലി ഈസ് ഇൻ ദാറ്റ് പ്രറ്റി ഇംപ്രസീവ്. ശരിക്കും ബേർഡ്സിനെയൊക്കെ നമുക്ക് ആലോചിക്കാം. നമുക്ക് കിളികളൊക്കെ ട്രെയിൻ ചെയ്യുന്നതിലൊരു പരിമിതിയുണ്ട്. ഇപ്പോൾ നമ്മൾ കൂട്ടിലടച്ച് ചിലർ തത്തേനെ പണ്ടൊക്കെ വളർത്തിയിരുന്നു. അതുപോലെ പിന്നെ പ്രാവുകളെ വളർത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുവിധം അനുസരിക്കുന്നതാണ്. പക്ഷേ ഈ റാവൻസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് വൈൽഡ് ബേർഡാണ്. കാക്കേനെ പോലെയുള്ളൊരു, കാക്കയിൽ വലിയൊരു സൈസുള്ളൊരു ബേർഡാണ്. അപ്പോൾ ആ ഒരു അത്രയും ബേർഡ്സിനെ ഇത്രയും, അതായത് ഒരിടത്ത് ഇരിക്കാൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ അത് അനുസരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വലിയൊരു കാര്യമാണ്, ഇംപ്രസീവായിട്ടുള്ളൊരു കാര്യമാണ്. Needless to say, in our country, it is not at all easy to find trained animals. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് സത്യജിത് റേ ഹോളിവുഡിലെ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് സിനിമാ ലോകത്തിൽ എങ്ങനെ ആനിമൽസിനെ ട്രെയിൻ ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സത്യജിത് റേ പറഞ്ഞു വരുന്നത്, നീഡ്ലെസ് ടു സേ, ഇൻ അവർ കൺട്രി, നമ്മുടെ കൺട്രി, അതായത് ഇന്ത്യയിൽ, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഫൈൻഡ് ട്രെയിൻഡ് അനിമൽസ്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ട്രെയിൻഡ് അനിമൽസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഹോളിവുഡിൽ ഇത്രയും ട്രെയിൻഡ് അനിമൽസ് അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സിനിമ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് അനിമൽസിനെ അഭിനയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ്. അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള അനിമൽസിനെ കണ്ടുപിടിക്കാൻ പാടാണ്. ഓൾസോ സം ഫിലിംസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ബോംബെ ആൻഡ് മദ്രാസ് ദാറ്റ് ഇൻവോൾവ് വർക്കിംഗ് വിത്ത് എലിഫൻസ്, ഹോഴ്സസ് ആൻഡ് ടൈഗേഴ്സ്. അപ്പോൾ ചില സിനിമകളൊക്കെ ബോംബെയിലും മദ്രാസിലുമായിട്ടൊക്കെ ഷൂട്ട് ചെയ്തതിൽ ആനയെ വെച്ചിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോഴ്സസ്, കുതിരകൾ, ടൈഗേഴ്സൊക്കെ വെച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കുറച്ച് അനിമൽസിനെ അങ്ങനെ കിട്ടത്തുള്ളൂ. ഓക്കെ, ദേ പെർഫോമൻസ് ഡിഡ് സജസ്റ്റ് ദാറ്റ് ദേ വർ യൂസ് ടു ഒബേയിങ് കമൻസ്. പക്ഷേ ഈ അനിമൽസ്, ആനയാണെങ്കിലും എലിഫൻസിനെ വെച്ച് ചെയ്യിപ്പിച്ചപ്പോഴാണെങ്കിലും ഹോഴ്സസിനെ വെച്ച് ചെയ്യിപ്പിച്ചപ്പോഴാണെങ്കിലും ടൈഗേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോഴാണെങ്കിലും ഇവിടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്തെങ്കിലും ഒരു കമൻസ്, എന്തെങ്കിലും മനുഷ്യർ കൊടുക്കുന്ന കമൻസ് കേട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ അതനുസരിച്ച് ചെയ്യുന്നതാണ്. അതിന് ആ ഒരു അഭിനയിക്കുന്നതിനൊരു സ്വാഭാവികതയില്ല. ഈ മനുഷ്യൻ്റെ ആജ്ഞ കേട്ടിട്ട് അതുപോലെ ഒബേ ചെയ്ത് അനുസരിച്ച് അഭിനയിക്കുന്നതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലെവർ ഡോഗ്സ്. ബംഗാളിലാണെങ്കിൽ ചില സമയത്ത് നല്ല ബുദ്ധിയുള്ള നായകളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കണ്ടുപിടിക്കാൻ സാധ്യത, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് സിനിമയിലെങ്കിൽ കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. പർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ്. അപ്പോൾ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ പോലീസ് ഡോഗ്സിൻ്റെ കാര്യമാണ്. ഈ പോലീസ് ഡോഗ്സ് എന്ന് പറയുന്നത് ഇച്ചിരി നമുക്കറിയാമല്ലോ, ക്ലവറായിട്ടുള്ള ബുദ്ധിയുള്ള നായകളാണ്. If one is prepared to be patient, it is not altogether impossible to get good performances out of them, as we managed to do with Bhulo in പതേർ പാഞ്ചാലി. അപ്പം നമ്മൾ ഒരു ഫിലിം മേക്കറിന് ഒരു ഡോഗിനെ വേണം ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അത് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നും അല്ല ശരിക്കും. ഒരു ഡോഗിനെ കണ്ടുപിടിക്കാനും അതിൽ നിന്ന് നല്ലൊരു പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതേർ പാഞ്ചാലി എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ കാണണം കേട്ടോ. നല്ലൊരു ഫിലിമാണ് ആക്ച്വലി പതേർ പാഞ്ചാലി. സത്യജിത് റേയുടെ ഫേമസ് ആയിട്ടുള്ള ഫിലിമാണ്. അത് വളരെ ലോക പ്രശസ്തമാണ്. നമുക്ക് ഒത്തിരി നമ്മളെ ഹൃദയത്തിനെ സ്പർശിക്കുന്ന ഒരു കഥയാണ് പതേർ പാഞ്ചാലിയുടെ. ഓക്കെ, അപ്പോൾ അതിൽ ഭുലോ എന്ന് പറയുന്ന ഒരു ഡോഗായിട്ട് ഡോഗുണ്ട്. അപ്പോൾ അത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോഗിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഡോഗ് കണ്ടുപിടിച്ചത് ഇന്ത്യയിൽ തന്നെയാണ്. സോ അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു നല്ല ഡോഗിനെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ട് ഇല്ല. Yet a dog might be difficult, not impossible to handle. ഒരു ഡോഗ് നമ്മൾ സിനിമയിലേക്ക് അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് അസാധ്യമായിട്ടല്ല അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അസാധ്യമല്ല. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദെയർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം? ഡോഗിൻ്റെ കാര്യം ഓക്കെ, നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് ട്രെയിൻ ചെയ്ത് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം, ഡോഗിന് പകരം ഒരു കടുവേനെ ഒരു ഫിലിമിന് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു വെൻ വി വർ ഷൂട്ടിങ് ഗോപികാനെ ബാഗാബൈനെ എന്ന് പറയുന്ന ഒരു ഫിലിം. ഈ ഫിലിമിൽ ഒരു ടൈഗറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിലിമിന് ടൈഗറിനെ എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യം വളരെ വലിയൊരു പ്രശ്നമായിട്ട് വന്നു.
അപ്പം ആ ഒരു കഥയാണ്, ആ ഒരു കാര്യം, കഥയല്ല ആക്ച്വലി അവരെങ്ങനെ ഈ ഫിലിമിൽ ഈ കടുവേനെ അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ഈ പഠിക്കുന്ന പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിളിൻ്റെ കേന്ദ്രഭാഗം. ഓക്കെ. In the film, Gopi, who is banished by the king Vantos in the forest, meets Baga, who has also been banished. They see a tiger and freeze, but the tiger simply walks about in the forest without paying them the slightest attention. So, ഇതിൽ രണ്ടാൾക്കാർ, ഗൂപ്പിയും അതുപോലെ തന്നെ ബാഗയും, ഇവർ രണ്ടാൾക്കാരെ നാട് കടത്തിയതാണ്. ഓക്കെ. അപ്പോൾ ഇവരൊരു ഫോറസ്റ്റിലേക്കാണ് ഇവർ നാട് കടത്തിയത്. അവിടെ ഇവർ ഒരു ടൈഗറിനെ കാണും. ടൈഗറിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിക്കുവാണ്. പക്ഷേ ഈ ടൈഗർ ആണെങ്കിൽ ജസ്റ്റ് ചുമ്മാ നടക്കുന്നേ ഉള്ളൂ ഫോറസ്റ്റിൽ, ഇവരെ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ. Having thought of this scene, I simply had to shoot it. But where were we going to find a tiger? ഈ സീന് ഫിലിമിന് ഷൂട്ട് ചെയ്യണം. പക്ഷെ എങ്ങനെയാണ് ഒരു കടുവേനെ സംഘടിപ്പിക്കുക? The obvious thing to do was to look in a circus, since they were likely to have trained animals. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കസിൽ അന്വേഷിക്കാൻ പറ്റും. സർക്കസിൽ അന്വേഷിക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ട്രെയിൻഡ് അനിമൽസിനെ കിട്ടാൻ സാധ്യതയുണ്ട്. As a matter of fact, one called Bharat Circus was visiting Calcutta at the time. അപ്പോൾ ഈ സമയത്താണ് ഭാരത് സർക്കസ് കൽക്കട്ട വിസിറ്റ് ചെയ്യുന്നു എന്ന് ആരോ പറഞ്ഞത്. ഓക്കെ. ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കറ്റ് സ്ക്വയർ. അപ്പം ഇവർ മാർക്കറ്റ് സ്ക്വയർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇവരുടെ സർക്കസ് ഷോസ് നടത്താൻ വേണ്ടിയിട്ടാണ് കൽക്കട്ട വിസിറ്റ് ചെയ്യുന്നത്. വി സെൻഡ് സമ്മൺ ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഹിസ് തമിഴ് മാനേജർ ആൻഡ് ദെൻ വെൻ ടു മീറ്റ് ഹിം ഓൺ മോർണിംഗ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ സർക്കസ് ഷോയുടെ മാനേജറായിട്ടുള്ള ഒരാൾ തമിഴ് ആളായിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം നാളെ രാവിലെ അദ്ദേഹത്തിനെ പോയി കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. He greeted us warmly and ordered South Indian coffee for us. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം നമ്മളെ വളരെ വാമായിട്ട് ഗ്രീറ്റ് ചെയ്തു. അതായത് അദ്ദേഹം നമസ്തേ പറഞ്ഞു. എന്നിട്ട് ഒരു കോഫി ഓർഡർ ചെയ്തു. The manager heard the reason for our visit, then sent for one Mr. Thorat. അപ്പോൾ നമ്മൾ ഈ മാനേജറാണെങ്കിൽ നമ്മുടെ ആവശ്യം എന്തുവാ, നമ്മുടെ വിസിറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മിസ്റ്റർ തോറാട്ട് എന്ന് പറയുന്ന ഒരാളുടെ അടുത്തേക്ക് വിട്ടു. ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. അപ്പോൾ ഈ പരിശീലകനാണ് ഈ മിസ്റ്റർ തോറാട്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ. അദ്ദേഹവും ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു. വെരി വെൽ ബിൽഡ് വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. ഒരു നേപ്പാളിയുടേതായിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് കണ്ട ഒരു നേപ്പാളിയെ പോലെ തോന്നുന്ന ഫീച്ചേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. എന്തായാലും അദ്ദേഹത്തിന് 40 വയസ്സിന് മേലെ പ്രായം ഉണ്ടായിരുന്നില്ല. ഹി ഷോഡ് ആസ് എൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് forearm which had been caused by a tiger. അദ്ദേഹത്തിൻ്റെ ഫോറാമിൽ ഒരു പാടുണ്ടായിരുന്നു, ഒരു സ്കാർ, ഒരു മാർക്ക്. അത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊരിക്കൽ കടുവ കാരണം ഉണ്ടായതാണ്. അപ്പോൾ ഇന്ന് ഇത്രയും നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ബാക്കി പാർട്സ് അടുത്ത സെഷൻസിൽ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സിമ്പിളായിട്ടുള്ള ഒരു ഇതായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും വേർഡ്സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.